റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി LDF-ൽ വൻ പൊട്ടിത്തെറിയാണ്. പദവി ലഭിച്ചില്ല എങ്കിൽ നിയമസഭയിൽ CPM-നോട് സഹകരിക്കില്ല എന്ന് CPI. പ്രതിപക്ഷമെന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാകില്ല എന്നും ചില വിഷയങ്ങളിൽ CPM-നെ എതിർക്കേണ്ടി വരുമെന്നും CPI തീരുമാനിച്ചിരിക്കുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ നിലപാട് മാറ്റമുണ്ടെന്നും യോജിച്ചുള്ള സമരത്തിനില്ല എന്നും CPI അറിയിച്ചു. എന്നാൽ ഉപനേതാവ് പദവി വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് CPM-ന്റെ നിലപാട്. അതിനിടെ CPI ആവശ്യത്തെ വിമർശിച്ച് RJD രംഗത്തെത്തി. CPI സ്ഥാനങ്ങൾ പങ്കുവയ്ക്കാൻ ശീലിക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു. നിയമസഭയിൽ ഒരു മുറി കിട്ടുമെന്ന് പറഞ്ഞു പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ഈ തർക്കം ഒരർത്ഥമില്ലാത്തതാണ്. LDF-ലെ 8 കക്ഷികൾക്ക് ഒരു MLA പോലും ഇല്ല. അതിലൊരു കക്ഷി ഇപ്പോൾ 2ആയി പിളർന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഇവർക്ക് വ്യാകുലതയില്ലേ? നിയമസഭാ കക്ഷിയോഗം ആദ്യത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും ചേർന്നില്ല. ഇനി എപ്പോഴാണ് കൂടുന്നത്? കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 2022 RJD-യുടെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞപ്പോൾ അവരാ സീറ്റ് കരസ്ഥമാക്കി. 2024 CPI-യുടെ ബിനോയ് വിശ്വം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏത് കക്ഷിയുടെ രാജ്യസഭാ സീറ്റാണ് ഒഴിഞ്ഞത് ആ കക്ഷിക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെ ആ സീറ്റും CPI കരസ്ഥമാക്കി. പക്ഷേ ഇപ്പോൾ 2 സീറ്റും CPI സമ്പാദിച്ചതോടുകൂടി ആ സമവാക്യം ആകെ മാറുന്നു. അതുകൊണ്ട് എല്ലാം പങ്കിടണം എന്ന് CPI സെക്രട്ടറി പറയുമ്പോൾ പങ്കിടാൻ അവരും ശീലിക്കണം. റഹീസ് റഷീദും TV പ്രസാദും പേരുകളുമായി. റഹീസ്, ഇപ്പോൾ CPI തീരുമാനിച്ചത് എന്താണ്? ഒരു ഉഭയകക്ഷി ചർച്ചയുണ്ടായിരുന്നു, അതിലും തീരുമാനം ആകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ CPI ഒറ്റയ്ക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ ഏത് അറ്റം വരെയും പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ CPI നൽകുന്നത്? LDF-ന്റെ ഭാഗമാണ്, പക്ഷേ LDF യോഗത്തിൽ പങ്കെടുക്കില്ല എന്നടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നുണ്ടോ? സ്മൃതി, ഏതറ്റം വരെയും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്ന തീരുമാനമാണ് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ എടുത്തത്. TP രാമകൃഷ്ണൻ ചർച്ചയ്ക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു അനുരഞ്ജന നീക്കമാണ്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഒരുപക്ഷെ കിട്ടിയേക്കും എന്ന് CPI കരുതിയിരുന്നു. പക്ഷെ TP രാമകൃഷ്ണൻ ചർച്ചയ്ക്ക് വന്ന് പറഞ്ഞ കാര്യം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ച് ഇനിയൊരു ചിന്ത പോലും നടക്കില്ല, അത് CPIM-നെ അർഹിച്ചതാണ്, അത് ഏതാണ്ട് ഒരു ധാരണയിൽ ആര് എന്ത് എങ്ങനെ എന്ന കാര്യത്തിലെത്തി. അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ച CPI ചെയ്യണം. പകരം കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിഷയങ്ങൾ നടക്കുന്നു, സർക്കാർ വിവിധ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിലാണ്, LDF യോഗം വിളിക്കണം, ഒന്നിച്ച് നീങ്ങണം എന്നതാണ് TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞത്. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ മറുപടി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം, LDF യോഗം വിളിച്ചോ, LDF യോഗം വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും, പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയൊന്നുമില്ല. പക്ഷേ LDF യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന നിങ്ങളുടെ ഈ നിലപാട് അവിടെ നിങ്ങൾ പറയേണ്ടി വരും, അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും തർക്കങ്ങളുണ്ടാകും. ആ തർക്കത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങൾ അതേപടി തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ഉപനേതാവ് ഞങ്ങൾക്ക് തന്നിട്ട് LDF വിളിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. പക്ഷേ അതിനൊരു സ്കോപ്പില്ല എന്നാണ് TP രാമകൃഷ്ണൻ അറിയിച്ചത്. ആ സമയത്ത് CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയായിരുന്നു. എക്സിക്യൂട്ടീവ് ഹാളിൽ കയറി TP രാമകൃഷ്ണൻ പറഞ്ഞ കാര്യം ബിനോയ് വിശ്വം പറഞ്ഞു. അതിനുശേഷമാണ് ചർച്ചകൾ അതിൽ കൂടുതൽ ഉണ്ടായത്. ആ ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനം നിയമസഭയ്ക്കകത്ത് ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എന്ന നിലയിൽ പോകാൻ CPI ഇല്ല. അതായത് എല്ലാ വിഷയത്തിലും CPIM എടുക്കുന്ന നിലപാടിനൊപ്പം CPI കിട്ടില്ല, പൊതുവായ വിഷയങ്ങളിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു വിഷയത്തിൽ CPM-നല്ലാത്ത നിലപാടുണ്ടെങ്കിൽ അത് നിയമസഭയിൽ കൃത്യമായി പറയും. ഒരു വിഷയത്തിൽ വോക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ CPIക്ക് ഇറങ്ങണമെന്ന് തോന്നുന്നില്ലെങ്കിൽ CPI-യുടെ അംഗങ്ങൾ നിയമസഭയിലിരിക്കും. ആ തരത്തിൽ സർക്കാരിനെതിരെ കൂട്ടായ പ്രതിപക്ഷം എന്ന നിലയിൽ CPI-യെ നിയമസഭയ്ക്ക് അകത്ത് ഇനി കിട്ടില്ല. അതായത് പ്രതിപക്ഷത്തിന് 2 സ്വരം ഒരുപക്ഷേ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് നേരത്തെ ഇല്ലാതായിരിക്കുന്ന പ്രതിപക്ഷം അത് തന്നെ 2 രൂപത്തിൽ ചില വിഷയങ്ങളിൽ പ്രതികരിച്ചേക്കുമെന്ന സൂചന CPI നൽകുന്നു എന്നുള്ളതാണ്. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ 2 വഴിക്ക് നീങ്ങുമ്പോൾ CPIക്ക് മുന്നിൽ എന്ത് വഴി എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ്, പ്രത്യേകിച്ച്
ഒരു ഔദ്യോഗികമായ ഒരു പോസ്റ്റുമല്ല അതാകെ ഒരു ഓഫീസ് മുറി നൽകിയിട്ടുണ്ട്. ജി കാർത്തികേയൻ സ്പീക്കറായിരുന്ന സമയത്താണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഒരു ഓഫീസ് മുറി ഉണ്ട് എന്നതിനപ്പുറം ഒന്നുമില്ല. അതാണ് RJD നേതാവ് നേരത്തെ പ്രതികരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ആവർത്തിച്ച് ഒരു നിലപാടിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഉറപ്പിച്ചു നിന്നാൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ യഥാർത്ഥത്തിൽ CPIക്കുണ്ടോ? മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് ഇതിനോട് യോജിപ്പില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രസാദ്? സ്മൃതി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നുള്ളത് ഒരു വലിയ പദവിയൊന്നുമല്ല, വലിയ അധികാര കേന്ദ്രമോ ഒന്നുമല്ല. പക്ഷേ കനത്ത തോൽവിക്ക് ശേഷം അങ്ങനെ CPIM പറയുന്നത് മാത്രം ഇടതുമുന്നണിയിൽ നടക്കേണ്ട എന്നൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനം ആവശ്യപ്പെടൽ എന്നതാണ് CPI നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കേൾക്കുന്നത് CPIM പറയും, അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ അതുപോലെ കേൾക്കും അല്ലെങ്കിൽ കേൾപ്പിക്കും എന്നുള്ളതാണ് കേരളത്തിൽ തുടർന്നു വരുന്ന രീതിയെന്ന് തുറന്നു പറഞ്ഞത് പലപ്പോഴും CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ തന്നെയാണ്. അതിനൊരു മാറ്റം വരുത്താൻ പറ്റുന്നൊരു സമയം ഇതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പദവിയെങ്കിൽ ഈ പദവി എന്ന രീതിയിലേക്ക് CPI മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇതിൽ മുന്നണിക്കകത്ത് സംസാരിച്ചാലോ പാർട്ടി തമ്മിലുള്ള ഉഭയകക്ഷിയിൽ സംസാരിച്ചാലോ അത് കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് പരസ്യമായി തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPI ദേശീയ സെക്രട്ടറി D രാജയും പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചത് കൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ അത് CPIക്കുണ്ടാകുന്ന ക്ഷീണം വലുതാണ്. പക്ഷേ CPIMനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന് 80 വയസ്സിലേറെ പ്രായമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ പ്രതിപക്ഷ നേതാവ് ഓടിയെത്താൻ പറ്റുന്ന വഴികളിലൂടെയെല്ലാം പ്രതിപക്ഷ നേതാവിന് ഓടിയെത്താൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഒരു ഉപനേതാവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും KN ബാലഗോപാൽ ഏതാണ്ട് ആ പദവി ഏറ്റെടുത്ത ആളെ പോലെ തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പെരുമാറുന്നത്. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായി മാറി. അതുകൊണ്ട് തന്നെ നേരത്തെ റഹീസ് വിശദീകരിച്ചതുപോലെ നിയമസഭയിൽ ഒരു വ്യത്യസ്ത ശബ്ദം CPI ഉയർത്തി തുടങ്ങിയാൽ അത് CPIMന് താങ്ങില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആ അംഗബലം വളരെയേറെ കുറവാണ്. അങ്ങനെ കുറഞ്ഞ സമയത്ത് ശക്തമായ ഒരു വിഷയം ഉയർത്തുന്ന സമയത്ത് CPI ഒരു വ്യത്യസ്ത അഭിപ്രായം ഉയർത്തിയാൽ അത് നാട്ടുകാർ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. LDF തകർന്നു എന്ന നിലയിൽ നാട്ടുകാർ അതിനെ വിലയിരുത്തുകയും ചെയ്യും. ശ്രുതി. ശരി, TV പ്രസാദും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.